ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ എത്തിക്കുന്നത് അഫൂഫിലാണ്. അല്ലസേൽ ഒരു സ്ട്രോബെറി ഫാമിൽ. ഓക്കെ, ഇവിടെ ചെറിയ കുട്ടിയെ കളിക്കാനുള്ള സംഭവങ്ങൾ, അവിടെ സൈഡിൽ ഹോട്ടൽ, ഫുഡിന് ഓക്കെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇതിൻ്റെ എൻട്രൻസ് ഇവരൊന്നും സ്ട്രോബെറി കാണാനില്ലല്ലോ അല്ലേ? ഉണ്ടോ? സൂക്ഷിച്ച് നോക്കേണ്ടി വരും. ചെറുതേ കിട്ടുള്ളൂ, സംഗതി തീർന്നെന്ന് തോന്നുന്നു. ഐഷാകെ, ആ ഗ്ലാസ് എത്ര റുപ്യാന്ന് പറഞ്ഞതിന്? അതിന് 15 രൂപ. അതിൻ്റെ ആ ഫുള്ളാക്കി നമുക്ക് കൊണ്ടുപോവാം. അപ്പോൾ തിന്നുന്ന ഇവിടുന്ന് ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും. നമ്മളിങ്ങനെ എടുത്ത് കഴിക്കുകയാണെങ്കിൽ അത് ഫ്രീ, അത് ബോണസ് ആയിരിക്കും അല്ലേ? സംഗതിയൊക്കെ ആരോ പറിച്ചുകൊണ്ടിരിക്കും കേട്ടോ, സാധനമല്ല. ഒരു സ്ട്രോബെറി 2 സ്ട്രോബെറി ഒക്കെ ഉള്ളു. അല്ലേ ഈ പപ്പായക്ക് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ? പപ്പായ, പപ്പങ്ങ. ഞങ്ങൾ പറയും എന്താ അറിയോ? കർമൂസ. കർമൂസ. അപ്പൊ ഇത് കട്ട് ചെയ്ത് മാത്രമേ എടുക്കാവൂ. പിന്നെ കഴിക്കുന്നത് ബോണസ് ആണ്. നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നത് അത്രത്തോളം കഴിക്കുക എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വരികയും വേണ്ട. ഇത് പ്രശ്നമാവും കുറെ കഴിച്ചാല്. ഇത് സംഭവം PVC പൈപ്പാട്ടോ. ഒരു PVC പൈപ്പിൽ എനിക്ക് തോന്നുന്നു മണ്ണ് നിറച്ചാണ്. എന്നിട്ട് അതിനിങ്ങനെ ഹോളിട്ടിട്ട് വേറെ എന്തോ ഒരു സൂന ഇങ്ങനെ വെച്ചതാ. എന്നിട്ട് അതിലിങ്ങനെ നടുക. മുകളിൽ നിന്ന് ഈ ഒരു പൈപ്പ് ഉണ്ടല്ലോ, പൈപ്പിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇതിലേക്ക് ചാടും നനയ്ക്കാൻ. അപ്പം നനവും കിട്ടും. അങ്ങനെ എന്തൊക്കെ ആണിതിപ്പോൾ ചെയ്ത് വെച്ചത്. അതായത് സെറ്റാ. ഈ സാധനം കൂളറാണ്. ഇതിങ്ങനെ വെള്ളം നനച്ചുകൊണ്ടിരിക്കുക. കൂളർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫാനൊന്നും ഇല്ല കേട്ടോ. ഇതൊരു സംഭവം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ കൂളറിൻ്റെ ഇത് വരുന്നില്ലേ, എന്താ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, അതന്നെ. അപ്പോൾ ഇതിൻ്റെ നേരെ അപ്പുറത്തെ സൈഡിൽ താങ്കൾ അവിടെ ഒരു ഫാന് കാണുന്നില്ലേ, ആ ഫാനാണ് ഇവിടുന്ന് വലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നേരെ അപ്പുറത്തുള്ള കാറ്റ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ വെള്ളം ചാടുന്നത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കയറിയിട്ട് ഇവിടെ ഉൾഭാഗം മുഴുവൻ തണുക്കുകയും അപ്പുറത്തുള്ള ഫാൻ അങ്ങോട്ട് വലിച്ച് പുറത്തേക്ക് തട്ടും. ഇതാണ് പരിപാടി. അപ്പോൾ ഇവിടുന്ന് തിരിച്ചിറങ്ങുകയാണ്. ഇവിടെ എന്തോ ചെറിയ ആനിമൽ ഫാമൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ കയറുകയാണ്. ഇതിലെങ്ങനെ നടക്കുക. ഫുഡ് കോർട്ടുകളാണ് ഇതിൻ്റെ ഉള്ളിൽ. അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഫുഡ് എന്തെന്നാന്ന് ഓർമ്മയില്ല. പിന്നെ നടുവിൽ ചെറിയൊരു സംഭവം വെച്ചിരിക്കുന്നു. എന്താ അതിന് പറയാ, പേരൊന്നും എന്നോട് ചോദിക്കരുത്. അവിടെ ടിക്കറ്റ് കൊടുത്ത് ഇതിൻ്റെ അല്ലടാ, എത്ര ടിക്കറ്റ് വരുന്നത്? ഒരാൾക്കല്ലേ 10. അല്ലടാ, ഇതെന്താ സാധനം? താറാവോ? അവിടെ ഉള്ള കണ്ടോളി. ആട് ആട് കുട്ടിയൊക്കെ ഉള്ള പോലെ തലയിൽ വെക്കുന്ന ഒരു വീഡിയോ കിട്ടുകയാണെങ്കിൽ പൈൻമരം. അത് എന്ത് മരമായാലും ഞാൻ ആനിമൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നത്. ഞാൻ ആകെ കണ്ട താറാവിനെ മാത്രം കേട്ടോ. അപ്പോൾ 10 റിയാൽ നമ്മൾ തിരിച്ചു വാങ്ങേണ്ടി. മാനുണ്ടോ? ഓ, ഒളിപ്പിച്ച് വെച്ചാന്ന് തോന്നുന്നു. അവിടെ പുള്ളിമാൻ ഉണ്ട് എന്നൊക്കെ പറയുന്നത്. പോയോക്ക, ആടിൻ്റെ സൗണ്ടാണല്ലോ മാനിന്. അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. അങ്ങനെ ഫാമിൽ ആദ്യമായിട്ട് കുറേ ആടിനാ കണ്ട്. ആനിമലിൽ പെട്ടില്ലല്ലേ ഇതും. പിന്നെ ഉള്ള കുറച്ച് പ്രാവുകൾ. എന്ത് 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 ഇതാ ഇവിടെ കുറേ
നല്ല നാടൻ കോഴിക്കളുണ്ട്. ഇതാ അടുത്ത് കാണുന്നത് കിണിക്കോഴികൾ. എന്ത് കഥ ഇത് നൂലോളിക്കുന്ന ഭയങ്കര നൂലോളിച്ച. ഇവിടെ കോഴികൾ കോഴിക്കുഞ്ഞുങ്ങൾ. പരിപാടി കഴിഞ്ഞില്ല, ഇനി പോവല്ലേ? ഓക്കെ, ഇനി എല്ലാരും വന്ന് കാണേ. അതെ അതെ. ഓ, അങ്ങനെ അർജുനും വൈശാഖും സ്പോൺസർ ചെയ്ത യാത്രയിൽ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഏതായാലും ഞങ്ങൾ പോവാണ്. തണുപ്പ് കാലത്ത് ഒരു ഓക്കെ ആയ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.